നമസ്കാരം കൂട്ടുകാരെ. കഥയാരംഭിക്കുന്നത് 1911 ഒരു രാത്രിയിൽ ഏറെ സമർത്ഥരായ രണ്ട് കുങ്ഫു ഫൈറ്റേഴ്സ് അവരെ പിന്നിട്ട് വരുന്ന ഒരു ഗ്യാങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്തെന്നാൽ ആ രണ്ടു കൂട്ടരും ചേർന്ന് എക്സ് ഗ്യാങ് എന്ന പേരുള്ള ഒരു സംഘത്തിന്റെ ഇടം തീ വെച്ച് ശാമ്പലാക്കിയിരുന്നു. ചൈനയിൽ എല്ലാവരും ഭയന്നിരുന്ന ഒരു സംഘമായിരുന്നു എക്സ് ഗ്യാങ്. ക്രൂരന്മാരായ അവർക്ക് ഒരു പണി കൊടുക്കലായിരുന്നു അവർ രണ്ടുപേരുടെയും ലക്ഷ്യം. പക്ഷേ സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവരെ എക്സ് ഗ്യാങ് മെമ്പേഴ്സ് വന്ന് വളയുകയാണ്. അതോടെ എക്സ് ഗ്യാങ് ഫോഴ്സസുമായി അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. വളരെ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. ആദ്യമൊക്കെ ശക്തരായ തങ്ങളുടെ എതിരാളികൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ അവരിരുവർക്കും സാധിച്ചെങ്കിലും ഒരു ഘട്ടത്തിൽ സുവാൻ എന്ന പേരുള്ള ആ കൂട്ടത്തിലെ ഒരു കുങ്ഫു ഫൈറ്റർക്ക് പരിക്കേറ്റു. കൂടെയുണ്ടായിരുന്ന സെങ്സെൻ അത് കണ്ടിരുന്നു. താൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതും സുവാൻ സെങ്സെങ്ങിനോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സുവാൻ വിളിച്ചു പറഞ്ഞു: എന്റെ ഭാര്യയെയും മക്കളെയും നീ നന്നായി നോക്കണേ എന്ന്. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് സുവാന്റെ വാക്ക് കേട്ട് സെങ്സെങ് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് സുവാന്റെ വീട്ടിൽ സുവാന്റെ ഭാര്യ സുവാന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുകയായിരുന്നു. മറുവശത്ത് കൊല്ലപ്പെട്ട സുവാന്റെ മുമ്പിലേക്ക് എക്സ് ഗ്യാങ്ങിന്റെ തലവൻ കടന്നു വന്നു. ഗ്യാങ്ങിനെതിരെ തിരിഞ്ഞതിന് നിനക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് നിന്റെ ഈ മരണം എന്നയാൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞു. മറുവശത്ത് സുവാന്റെ ഭാര്യയുടെ പ്രസവം പൂർണ്ണമായി. സുവാന്റെ ഭാര്യ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ സമയം ആ സ്ത്രീയുടെ മൂത്ത മകൻ മാത്രമേ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രസവത്തിന് പിന്നാലെ സുവാന്റെ ഭാര്യ മരണപ്പെട്ടു. സുവാന്റെ രണ്ടു കുട്ടികളും അനാഥരായി മാറി. ആ കാഴ്ച കണ്ട് സുവാന്റെ മൂത്ത മകന് എന്തു ചെയ്യണമെന്നൊരു പിടുത്തവുമുണ്ടായിരുന്നില്ല. അവനങ്ങനെ നെട്ടിനിക്കെ അങ്ങോട്ടേക്ക് എക്സ് ഗ്യാങ്ങും സംഘവും വരുന്ന ശബ്ദം കേട്ടു. പേടിച്ചവൻ കട്ടിലിനടിയിൽ കയറി ഒളിച്ചു. എക്സ് ഗ്യാങ് ലീഡർ അവരുടെ വീടിന്റെ അകത്തേക്ക് കടന്നു കയറി. ജനിച്ചു വീണ സുവാന്റെ മകനെ എടുത്ത് അവിടെ നിന്ന് പോയി. ഭാര്യ കൊല്ലപ്പെട്ടല്ലോ, സുവാന്റെ കുടുംബം ഇല്ലാതായി എന്നയാൾ ഉറപ്പിച്ചിരുന്നു. കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന സുവാന്റെ മൂത്ത മകനെ അയാൾക്ക് കിട്ടിയതുമില്ല. കഥ അവിടെ നിന്നും 20 കൊല്ലക്കാലത്തിനപ്പുറത്തേക്ക് പോകുന്നു. ആക്സ് ഗ്യാങ് തലവനായ വെയ്യും ബ്രിട്ടീഷ് ബോക്സറായ ജെയിംസും ഒന്നിച്ച് ഒരു ഫൈറ്റിംഗ് അറീന നടത്താൻ ആരംഭിച്ചു. ഇല്ലീഗൽ ഫൈറ്റിംഗ് അറീനയാണ്. അവിടെയെന്നും പോരാട്ടങ്ങൾ നടക്കും. ജെയിംസ് ആകട്ടെ ചൈനയിലെ പലതരം മാർഷൽ ആർട്ടുകൾ റെക്കോർഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈറ്റ് നടക്കുന്ന ഒരു ദിവസം വൃദ്ധനായ ഒരു മനുഷ്യൻ അറീനയിലേക്ക് കടന്നു വന്നു. കണ്ടാൽ ഏറെ പ്രായം ചെന്ന കള്ളുകുടിയനായി തോന്നിക്കുന്ന വ്യക്തി. പിന്നാലെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. കള്ളുകുടിയൻ നീക്കത്തിലുള്ള ഇടിയായിരുന്നു ആ ഫൈറ്റർ നടത്തിയത്. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമായത്: ഡ്രങ്കൻ മൂവ്സ് ഉള്ള ഡ്രങ്കൻ മാസ്റ്ററാണ് അയാളെന്ന്. കള്ളുകുടി ചാടുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അത്. എളുപ്പത്തിൽ തന്റെ എതിരാളികളെ അയാൾ ഇടിച്ചിടാൻ തുടങ്ങി. അയാളുടെ മികവ് കണ്ട് കാണികൾ വലിയ ആഘോഷാരവം മുഴക്കി. ജെയിംസിന് ഇതത്രക്കങ്ങോട്ടേക്ക് പിടിച്ചില്ല. ജെയിംസ് അറീനയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡ്രങ്കൻ മാസ്റ്ററെ വെല്ലുവിളിച്ചു. അവർ തമ്മിൽ ഒരു ഫൈറ്റ് ആരംഭിക്കുകയാണ്. ജെയിംസ് മികച്ച രീതിയിൽ പ്രതിരോധിക്കുകയും ശക്തമായൊരു അപ്പർ കട്ടുകൊണ്ട് ഡ്രങ്കൻ മാസ്റ്ററെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. അടുത്ത ദിവസം ആ ഫൈറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ പത്രവാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഒരു വെസ്റ്റേൺ ഫൈറ്റർ ചൈനീസ് മാർഷൽ ആർട്സിന് മേൽക്കൈ നേടിക്കൊണ്ട് എത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ ഉണ്ടായത്. കഥ അവിടെ നിന്നും അവിടുത്തെ ഒരു കുങ്ഫു കോളേജിലേക്ക് തിരിയുന്നു. ടോൺ എന്ന യുവാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ടോൺ ആ കോളേജിലെ തന്നെ തൂപ്പുകാരനായിരുന്നു. കോളേജ് കുട്ടികൾ എപ്പോഴും ബുള്ളി ചെയ്യുന്ന ഒരു പാവം യുവാവ്. ടോൺ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ കോളേജിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു സംഘം വിദ്യാർത്ഥികൾ കുംഫു മൂവുകളും മറ്റും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു കടന്നുകയറ്റക്കാരൻ വന്നത്. കറുത്ത വസ്ത്രധാരിയായ നിഞ്ചാവേഷധാരിയെ പോലെ തോന്നിച്ച ആ വ്യക്തി അവിടുത്തെ കുംഫു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ കടന്നുകയറ്റക്കാരൻ ഒരുപാടുള്ള കുംഫു പഠിക്കുന്ന കുട്ടികൾക്കെതിരെ പോലും മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പൊടുന്നനെ അങ്ങോട്ടേക്ക് കടന്നു വന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഒരു വ്യക്തി ആ ഫൈറ്റ് അവസാനിപ്പിക്കുകയാണ്. ലൂൺ എന്നായിരുന്നു ആ ശിഷ്യന്റെ പേര്. ആ ഗുരുകുലത്തിലെ ഗുരു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ളത് മികച്ച ഫൈറ്ററായ ലൂണിനാണ്. കടന്നു കയറിയ കറുത്ത വസ്ത്രധാരി ഒരാണല്ലെന്നും പെണ്ണാണെന്നും അത് തങ്ങളുടെ ഗുരുവായ സെങ്സെനിന്റെ മകളാണെന്നും വളരെ പെട്ടെന്ന് തന്നെ ലൂൺ മനസ്സിലാക്കി. സിയാവോ യുൻ എന്നായിരുന്നു അവളുടെ പേര്. എന്തിനാണ് അവൾ ഇത് ചെയ്തത് എന്ന് ലൂങ് ചോദിച്ചു. എന്റെ കഴിവൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന മട്ടിലായിരുന്നു അവളുടെ മറുപടി.
പിന്നാലങ്ങോട്ടേക്ക് സെങ്സങ് കടന്നു വന്നു. കഥയുടെ തുടക്കത്തിൽ സുവാൻ രക്ഷപ്പെട്ടോടാൻ പറഞ്ഞ ആ കുംഫു മാസ്റ്റർ ഉണ്ടല്ലോ, അയാൾ തന്നെയായിരുന്നു സെങ്സങ്. അയാളിപ്പോൾ ആ കുംഫു സ്കൂൾ നടത്തുകയാണ്. അധികം വൈകാതെ അവരുടെ സ്കൂളിലേക്ക് ഫ്രീ ഫൈറ്റിംഗ് അറീന നടത്തുന്ന ജെയിംസിന്റെയും വെയ്യുടെയും ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഫ്രീ ഫൈറ്റിംഗ് ഇവന്റിൽ പങ്കെടുക്കാൻ സെങ്സനിന്റെ ആ ഫൈറ്റിംഗ് സ്കൂളിനെ അവർ ക്ഷണിക്കുകയാണ്. പക്ഷേ സെങ്സനിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ വിദ്യാർത്ഥികളോടായി അയാൾ പറഞ്ഞു, നിങ്ങൾ ആരും ആ മത്സരത്തിൽ പോയി പങ്കെടുക്കരുത്. മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്ത് പണം സമ്പാദിക്കാനുള്ളതല്ല, അത് പ്രതിരോധത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ലൂങ്ങിന് സെങ്സനിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റിയില്ല. ഒരു വിദേശി വന്ന് ചൈനീസ് മാർഷൽ ആർട്സിനെ അപമാനിച്ചു. അയാൾ ചൈനയിലെ മികച്ച ഫൈറ്ററെ ഇടിച്ചു വീഴ്ത്തി. നമ്മൾ നമ്മുടെ കല എത്രമേൽ വലുതാണ് എന്ന് കാണിക്കണ്ടേ എന്നായിരുന്നു ലൂങ്ങിന്റെ ചോദ്യം. പക്ഷേ സെങ്സങ് അത് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കലും മാർഷൽ ആർട്സ് എന്നത് നമ്മുടെ വില മറ്റുള്ളവർക്ക് മുമ്പിൽ ഷോ ചെയ്യാനുള്ള ഒരു സാധനമല്ല എന്നായിരുന്നു സെങ്സനിന്റെ അഭിപ്രായം. തന്റെ മുറിയിൽ നിന്ന് ലൂങ് പോയതും സെങ്സൻ ഫ്രീ ഫൈറ്റിംഗ് നടത്തുന്നവർ വന്നുകൊടുത്ത നോട്ടീസ് തുറന്നു നോക്കി. ആ സമയം ജെയിംസിന്റെയും വെയ്യുടെയും പേരുകൾ ആ ഫ്രീ ഫൈറ്റിംഗിന്റെ നടത്തിപ്പുകാരുടെ പേരുടെ സ്ഥാനത്ത് സെങ്സൻ കാണുകയാണ്. വെയ്യുടെ പേര് കണ്ടതും എക്സ് ഗ്യാങ്ങിന്റെ തലവനായ അവനെ സെങ്സങ് ഓർത്തു. 20 കൊല്ലം മുമ്പ് തന്റെ സുഹൃത്ത് സുവാനെ കൊലപ്പെടുത്തിയവൻ. കൂടുതൽ വിവരങ്ങൾ അറിയണം എന്ന് സെങ്സനിന് തോന്നി. പക്ഷേ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയിൽ പോവാനും വയ്യ. സെങ്സൻ തലപുകന്നാലോചിച്ചു. ഒടുവിൽ അവിടുത്തെ ഒരു മുഖം മൂടി കണ്ടതും മുഖം മൂടി ധാരിയായി മുഖം മറച്ചു ചെന്നാലോ എന്ന ചിന്ത സെങ്സനിന് വന്നു. അത്തരത്തിൽ തന്നെ ഫൈറ്റിംഗിൽ പങ്കെടുക്കാൻ അയാൾ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ സെങ്സൻ ആരും കാണാതെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവിടുത്തെ ക്ലീനറായ സ്റ്റോൺ അത് കണ്ടിരുന്നു. സ്റ്റോൺ സെങ്സനിനെ പിന്തുടർന്നു. പ്രത്യേക തരത്തിലുള്ള വസ്ത്രവും മുഖത്തെ ചായവും തേച്ചായിരുന്നു സെങ്സൻ അറീനയിലേക്ക് എത്തിയത്. തന്നെ ബ്ലാക്ക് ഇവൾ എന്ന പേരിൽ സെങ്സങ് പരിചയപ്പെടുത്തി. അങ്ങോട്ടേക്ക് സെങ്സനിനെ പിന്തുടർന്നെത്തിയ സ്റ്റോണും അത് നോക്കിക്കണ്ടിരുന്നു. അവിടെ നടക്കുന്ന ഫൈറ്റിലെ ടോപ്പ് 3 ഫൈറ്റേഴ്സിനെ സെങ്സങ് അന്ന് വെല്ലുവിളിക്കുകയാണ്. ഓരോരുത്തരായി സെങ്സനിനെതിരെ പോരടിക്കാൻ അവർ എത്തിയപ്പോൾ കുറഞ്ഞ നീക്കങ്ങൾ കൊണ്ട് തന്റെ കുംഫു ടെക്നിക് ഉപയോഗിച്ച് ശത്രുക്കളെ സെങ്സൻ പരാജയപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന കാണികളും ജെയിംസും അടക്കം അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് ഞെട്ടിയിരുന്നു. പിന്നാലെ കമ്മിറ്റി 3 ഫൈറ്റേഴ്സിനോടും ഒന്നിച്ച് സെങ്സനിനോട് പൊരുതാൻ ആവശ്യപ്പെട്ടു. സെങ്സനിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. 3 പേരോടും ഒറ്റയ്ക്ക് നിന്ന് സെങ്സൻ പൊരുതി. ഈ സമയം സെങ്സനിന്റെ ആസ്മയുടെ മരുന്ന് കയ്യിൽ നിന്ന് തെറിച്ചു വീണിരുന്നു. കാണികൾക്കിടയിൽ നിൽക്കുകയായിരുന്ന സ്റ്റോൺ അത് വന്നെടുത്തു. ഫൈറ്റ് തുടർന്നുകൊണ്ടിരുന്നു. ഫൈറ്റിനിടയിൽ ശ്വാസം മുട്ടലൊക്കെ സെങ്സനിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും വേദന കടിച്ചുപിടിച്ച് തന്റെ ശത്രുക്കളെ സെങ്സൻ കീഴ്പ്പെടുത്തി. അതോടെ സെങ്സൻ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വർണവും ഫലകവുമടക്കം സെങ്സനിന് പ്രതിഫലമായി കിട്ടുമായിരുന്നു. പക്ഷേ ആ അറീനയിൽ നിന്ന് സെങ്സൻ പ്രഖ്യാപിച്ചു, ഞാൻ ഇവിടെ വന്നത് വിജയിക്കാനും പണം നേടാനുമല്ല. ഒരു മാർഷൽ ആർട്സും ആരും വില കുറച്ച് കാണരുത്. അത് പറയാനും പ്രൂവ് ചെയ്യാനുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജെയിംസ് കയ്യടികളോടെ സെങ്സനിന്റെ വാക്കുകളെയും വിജയത്തെയും പ്രകീർത്തിച്ചു. പിന്നാലെ ഒരു ഫൈറ്റിന് സെങ്സനിനെ വെല്ലുവിളിക്കാൻ താഴേക്കെത്തി. പക്ഷേ അപ്പോഴേക്കും ആസ്മ കാരണം സെങ്സൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സെങ്സൻ ജെയിംസിനോട് പറഞ്ഞു, ഇന്നിപ്പോൾ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ആസ്മയാണ് അതിന് കാരണം. അടുത്തൊരു ദിവസം നിങ്ങളോട് ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യും. സംസാരത്തിനിടയിൽ സെങ്സനിന്റെ അവസ്ഥ കൂടുതൽ മോശമായി. അദ്ദേഹം കുഴഞ്ഞു വീഴാൻ പോയി. ഉടനടി സ്റ്റോൺ വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു. അദ്ദേഹത്തെ പുറത്ത് പൊക്കിയെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. സ്റ്റോൺ തന്നെ പൊക്കിയെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ ഒട്ടും മണയ്ക്കാതെ അത്രയും ഭാരമേറിയ തന്നെ ശ്വാസമെടുപ്പിൽ വ്യത്യാസം പോലും വരാതെ അങ്ങനെ കൊണ്ടുപോകുന്ന സ്റ്റോണിന്റെ കഴിവിനെ പറ്റി സെങ്സൻ ശ്രദ്ധിച്ചിരുന്നു. സ്റ്റോൺ ഒരു സാധാരണ തൂപ്പുകാരനല്ലെന്നും അവനൊരു കുംഫു ഫൈറ്ററാണ് എന്ന കാര്യം സെങ്സൻ മനസ്സിൽ കരുതി. അങ്ങനെ സ്കൂളിലെത്തി കുറച്ചു സമയം കഴിഞ്ഞതും സെങ്സൻ തന്റെ പെട്ടി തുറന്നു. അതിൽ തന്റെ പഴയ സുഹൃത്ത് സുവാന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. 20 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അന്ന് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം അയാളിൽ തളം കെട്ടി നിന്നു. അടുത്ത ദിവസം കോളേജിൽ പതിവ് പോലൊരു കാര്യം നടന്നു. സെങ്സങ് സ്കൂളിലെ കുട്ടികൾ തൂപ്പുകാരനായ സ്റ്റോണിനെ വല്ലാതെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലൂങ്ങും കുട്ടികളുടെ ഒപ്പം ചേർന്നിരുന്നു. സ്റ്റോണിനെ
അവർ അടിച്ച് വായിൽ നിന്ന് ചോര വരുന്ന തരത്തിലാക്കി താഴെ വീഴ്ത്തി. ആകെ സ്റ്റോണിനോട് അനുകമ്പ തോന്നി അവനെ സഹായിക്കാൻ എത്തിയത് ഷിയാവോ യുൻ മാത്രമായിരുന്നു. ഷിയാവോ സ്റ്റോണിനെ പ്രശ്നക്കാരായ അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അധികം വൈകാതെ സെൻസെങ് പറഞ്ഞ ബ്ലാക്ക് ഈവിൽ ജെയിംസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ദിവസം എത്തി. പക്ഷേ അന്ന് സെങ്സെന്നിന് സുഖപ്പെട്ടിരുന്നില്ല. സെങ്സെൻ തനിക്ക് പകരം പറഞ്ഞയച്ചത് സ്റ്റോണിനെയായിരുന്നു. സ്റ്റോണുമായി സംസാരിച്ചതിൽ നിന്നും സ്റ്റോണിന് മാർഷൽ ആർട്സ് സ്കില്ലുകളുണ്ട് എന്ന് സെങ്സെൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ബ്ലാക്ക് ഈവിലായി സെങ്സെങ്ങിന് പകരം സ്റ്റോൺ ഫൈറ്റിംഗ് അറീനയിലെത്തി. പിന്നെ അവിടെ നടന്നത് ജെയിംസും സ്റ്റോണും തമ്മിലുള്ള കനത്ത പോരാട്ടമായിരുന്നു. കഥയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ സ്റ്റോൺ വെറും ഒരു സ്വീപ്പറായിരുന്നില്ല, ഒരു തൂപ്പുകാരനായിരുന്നില്ല, മറിച്ച് മികച്ച കഴിവുകളുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു ഫൈറ്റർ ആയിരുന്നു. സ്റ്റോണിന്റെ കഴിവുകൾ വെളിപ്പെടുന്നതായിരുന്നു അന്ന് അവിടെ നടന്ന ഫൈറ്റിൽ ജെയിംസിനെ സ്റ്റോൺ പരാജയപ്പെടുത്തുകയും ചെയ്തു. അന്ന് വളരെ വ്യത്യസ്തമായ ഒരു കുംഫു സ്റ്റൈലായിരുന്നു സ്റ്റോൺ ഉപയോഗിച്ചത്. കാണികൾ ആരവം മുഴക്കി. ഇതൊന്നും കണ്ട് വലിയ ആവേശത്തിലായിരുന്നില്ല. അന്നവിടെ കാണികൾക്കിടയിൽ ലൂങ്ങും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഈവിളായി എത്തിയിരിക്കുന്നത് സ്റ്റോണാണെന്ന് ലൂങ് മനസ്സിലാക്കി. തന്റെ കോളേജിലെ ഒരു തൂപ്പുകാരൻ എങ്ങനെയാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്നാലോചിച്ചപ്പോ ലൂമിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടൽ അനുഭവപ്പെട്ടു. അന്നത്തെ വിജയത്തിൽ വൈകാതെ സ്റ്റോൺ വിജയായി പ്രഖ്യാപിക്കപ്പെട്ടു. പണവും പുരസ്കാരവും സ്റ്റോണിന് നൽകുകയും ചെയ്തു. പക്ഷേ സെങ്സെൻ പറഞ്ഞ പോലെ ആ പണവും പുരസ്കാരവും ഒന്നും സ്വീകരിക്കാതിരുന്ന സ്റ്റോൺ അത് കാണികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത ദിവസം കോളേജിലെ ഏവരും ഒന്ന് ഞെട്ടിയിരുന്നു. സംഭവം എന്തെന്നാൽ മുറിയിൽ അവരുടെ മാസ്റ്റർ സെങ്സെൻ മരണപ്പെട്ടിരിക്കുന്നു. സെങ്സെന്നിന്റെ ശിഷ്യന്മാരും മകൾ ഷാവോയുന്നുമടക്കം എല്ലാവരും ഞെട്ടിയിരുന്നു. അവർ വേദനയോടെ കരഞ്ഞു. പിന്നാലെ അവർ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി പരിശോധിച്ചു. സെങ്സെന്നിന്റെ മരണം തീർത്തും സ്വാഭാവികമായതാണ് എന്നവർ വിലയിരുത്തി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പിടിവലികളോ ഒരാക്രമണം നടന്ന ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ പരിശോധനയ്ക്ക് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നും പോലീസ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പറ്റില്ലെന്നും ആദ്യം പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങൾ ചെയ്യണം എന്നിട്ട് കൊണ്ടുപോകാം എന്നായിരുന്നു ഷാവോയുനിന്റെ മറുപടി. അന്ന് രാത്രിയിൽ സെങ്സെന്നിന്റെ മൃതദേഹം സൂക്ഷിച്ചിടത്തേക്ക് കറുത്ത വേഷം കിട്ടിയ ഒരാൾ കടന്നു വന്നു. അത് സ്റ്റോൺ ആയിരുന്നു. സെങ്സെന്നിന്റെ മരണത്തിൽ സംശയം തോന്നിയിരുന്ന സ്റ്റോൺ എന്തായിരിക്കും സംഭവിച്ചത് എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു മൃതദേഹം വെച്ച മുറിയിലേക്ക് വന്നത്. പക്ഷേ അവിടെ മൃതദേഹത്തിന് പകരം കിടന്നിരുന്നത് ലൂങ് ആയിരുന്നു. സ്റ്റോണിനെ കൊടുക്കാൻ ലൂങ് മനഃപൂർവ്വം പദ്ധതിയിട്ടതായിരുന്നു. അവിടെ അതേസമയം പോലീസുകാരും ഉണ്ടായിരുന്നു. സ്റ്റോണാണ് ആക്രമിച്ച സെങ്സെന്നിനെ വകവരുത്തിയത് എന്ന തരത്തിൽ സംശയങ്ങൾ വന്നു. പോലീസ് സ്റ്റോണിനെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഷാവോയുനാകട്ടെ ആ കാഴ്ചകൾ വിശ്വസിക്കുകയും സ്റ്റോണിനെ സംശയിക്കുകയും ഉണ്ടായി. അന്ന് വൈകിട്ട് ലൂങ് ഷാവോയുടെ മുറിയിലേക്ക് എത്തി. തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരുന്ന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തന്റെ നെഞ്ചോട് ചേർക്കാൻ ശ്രമിച്ചു. അന്നവൾക്ക് വ്യത്യസ്തമായൊരു മണം അനുഭവപ്പെട്ടു. ഇതെന്ത് മണമാണ് എന്നവൾ ചോദിച്ചപ്പോ താൻ വിദേശത്തുനിന്ന് വരുത്തിച്ച പെർഫ്യൂമിന്റെ മണമാണത് എന്നായിരുന്നു ലൂങ്ങിന്റെ മറുപടി. അങ്ങനെ പോലീസ് മൃതദേഹം പരിശോധിച്ച് ഒടുവിൽ റിപ്പോർട്ട് പറഞ്ഞു. ആസ്മ കാരണമാണ് നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടതെന്നും അല്ലാതെ കൊലപാതക ശ്രമമൊന്നും നടന്നതായി കാണുന്നില്ല എന്നുമായിരുന്നു പോലീസ് ഷാവോയുവിനോട് പറഞ്ഞത്. ഇനി അദ്ദേഹം വിഷം കൊടുത്താണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെങ്കിൽ ചികിത്സയിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഏതോ പുതിയ വിഷമായിരിക്കും അത് എന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഷാവോയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഷാവോയുൻ അതുകൊണ്ട് തന്നെ സ്റ്റോണിനെ കാണാൻ തീരുമാനിച്ചു. സ്റ്റോണിനടുത്ത് ചെന്ന് എന്തിനാണ് സ്റ്റോൺ ഒന്ന് രാത്രിയിൽ അച്ഛന്റെ മൃതദേഹം വെച്ച് ആ മുറിയിലേക്ക് കടന്നു കയറിയത് എന്നവൾ ചോദിക്കുകയും ചെയ്തു. അന്ന് സ്റ്റോൺ ഷാവോയുടെ അടുത്ത് കാര്യമായി സംസാരിച്ചു. ഒരിക്കലും അച്ഛനെ ഞാൻ കൊന്നിട്ടില്ലെന്നും സെൻസെന്നിനെ കൊല്ലാനല്ല ഞാൻ ആ മുറിയിലേക്ക് പോയതെന്നും എനിക്ക് ചില സംശയങ്ങൾ തോന്നി, അത് നോക്കാൻ വേണ്ടിയായിരുന്നു എന്നും സ്റ്റോൺ പറഞ്ഞു. പിന്നാലെ അവിടെ നിന്ന് താൻ കണ്ടെത്തിയ സെൻസെന്നിന്റെ ആസ്മയുടെ മരുന്ന് സ്റ്റോൺ ഷാവോയുനിന് കൈമാറി. ഇതൊന്ന് മണത്തു നോക്കൂ, ഗുരു ഉപയോഗിച്ചിരുന്ന ആ മരുന്നായിരുന്നില്ല ഇത്, ഇതിന് മറ്റൊരു മണമാണ്. ഷാവോയുൻ ആ മരുന്ന് മണത്തു നോക്കി. അതിനുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ലൂങ്ങിന്റെ ശരീരത്തിൽ കാണപ്പെട്ട അതേ മണമായിരുന്നു. ഷാവോയുന്നിന് വല്ലാത്ത സംശയങ്ങൾ തോന്നി. സ്റ്റോൺ പറയുന്നത് സത്യമാണ് എന്നും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇതേ സമയം മറുവശത്ത് ലൂങ്ങാകട്ടെ എക്സ് ഗ്യാങ്ങിന്റെ തലവൻ വെയ്യെ മീറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയമാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ലൂങ് യാഥാർത്ഥ്യത്തിൽ സെങ്സെന്നിന്റെ കൂട്ടുകാരൻ, അതായത് 20 കൊല്ലം മുമ്പ് കൊല്ലപ്പെട്ട സുവാന്റെ ഇളയ മകനായിരുന്നു. വെയ് തന്നെയായിരുന്നു സെൻസെന്നിനെ വകവരുത്താൻ പദ്ധതിയിട്ട് ലൂങ്ങിനെ അവിടുത്തെ വിദ്യാർത്ഥി എന്ന മട്ടിൽ സെങ്സെന്നിന്റെ കോളേജിലേക്ക് അയച്ചിരുന്നത്. തന്റെ അടുത്തെത്തിയ ലൂങ്ങിനോട് അന്ന് വെയ് പറഞ്ഞു, ബ്ലാക്ക് ഈവിളായി നീ വേഷം കെട്ടണം, എന്നിട്ട് ഫൈറ്റിംഗ് അറീനയിലേക്ക് ഇറങ്ങണം, അത് നമ്മുടെ ബിസിനസിനെ പരിപോഷിപ്പിക്കും. ലൂങ് അങ്ങനെ ഫൈറ്റിംഗ് അറീനയിലെത്തി. എതിരാളികളെ സെങ്സെന്നിന്റെ അടുത്ത് നിന്ന് പഠിച്ച് ഫൈറ്റിംഗ് ടെക്നിക് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടുത്താൻ ആരംഭിച്ചു.
അങ്ങനിരിക്കെയാണ് സ്റ്റോണിൽ നിന്ന് വിവരം കേട്ട ഷാവോയുൻ അതിനെപ്പറ്റി ചോദിച്ചറിയാൻ സെങ്സെന്നിന്റെ അടുത്തെത്തുന്നത്. നീയാണോ എന്റെ അച്ഛന്റെ ആസ്മയുടെ മരുന്ന് മാറ്റിയത് എന്ന് സെങ്സെന്നിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ഷാവോയുൻ ചോദിച്ചു. തന്റെ കള്ളക്കളികൾ പുറത്തായി എന്ന് ലൂങ് തിരിച്ചറിഞ്ഞിരുന്നു. ലൂങ് ഷാവോയുനെ വകവരുത്താൻ തീരുമാനിച്ചു. ഒരു തരത്തിൽ ലൂങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് ഷാവോയുൻ പുറത്തേക്കൂടി. പിന്നാലെ ലൂങ് വെച്ചുപിടിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഷാവോയുൻ എത്തിച്ചേർന്നത് ഒരു മലഞ്ചെരുവിലായിരുന്നു. ലൂങ് എന്ന് ഷാവോയുനോട് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാം, അതിനു പകരം നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ അച്ഛന്റെ കോളേജ് ഉണ്ടല്ലോ, സെങ്സെൻ കോളേജ്, അത് എനിക്ക് നീ കൈമാറണം. അതിന് പറ്റില്ലെന്ന് ഷാവോയുൻ പറഞ്ഞതും സെങ്സെൻ ഷാവോയുനെ ആക്രമിച്ചു. ഷാവോയുൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു. പക്ഷേ ഭാഗ്യവശാൽ ഉയരത്തിൽ നിന്ന് വീണിട്ടും ഷാവോയുൻ കൊല്ലപ്പെട്ടിരുന്നില്ല. ജയിലിൽ നിന്ന് മോചിതനായ സ്റ്റോൺ ആകട്ടെ ഷാവോയുനെ തിരഞ്ഞു കണ്ടെത്തി അവളെ പരിപാലിച്ചു. സ്റ്റോണിനെതിരെ വലിയ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റോണിനെ മോചിപ്പിക്കുകയല്ലാതെ പോലീസിന് മറ്റു വഴികളുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾ കൊണ്ട് ഷാവോയുൻ സുഖപ്പെട്ടു വന്നു. ആ സമയം സെങ്സെന്നിന്റെ മുറിയിലുണ്ടായിരുന്ന തന്റെ കയ്യിൽ കിട്ടിയ ഒരു ബോക്സ് സ്റ്റോൺ ഷാവോയുനെ കാണിച്ചു. അത് സുവാന്റെയും ഭാര്യയുടെയും ചിത്രമുള്ള ആ ബോക്സ് ആയിരുന്നു. സെങ്സെന്നിന്റെ അടുത്ത കൂട്ടുകാരനായ സുവാന്റെ മൂത്ത മകനാണ് താനെന്ന് സ്റ്റോൺ എന്ന് ഷാവോയുനെ അറിയിച്ചു. സെങ്സെന്നാണ് തന്റെ അച്ഛനെ കൊന്നതെന്ന് കരുതി പ്രതികാരം തീർക്കാനാണ് ഒരു തൂപ്പുകാരനെന്ന മട്ടിൽ താൻ സെങ്സെൻ കോളേജിൽ എത്തിയതെന്നും പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും നല്ല മനസ്സും മാർഷൽ ആർട്സിനെ അദ്ദേഹം ബഹുമാനിക്കുന്ന രീതിയും കണ്ടപ്പോൾ ഒരിക്കലും അദ്ദേഹം ആയിരിക്കില്ല തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് എന്ന് തനിക്ക് മനസ്സിലായെന്നും താൻ അവിടെ തുടരുകയായിരുന്നു എന്നും സ്റ്റോൺ പറഞ്ഞു. ഷാവോയുൻ സുഖപ്പെട്ടതോടെ സെങ്സെൻ കോളേജിലേക്ക് പോകാൻ സ്റ്റോൺ തീരുമാനിക്കുകയാണ്. ഷാവോയുനെയും കൂട്ടി കോളേജിലേക്ക് അവൻ ചെന്നു. പക്ഷെ അവിടെ എപ്പോഴേക്കും ലൂങ് തന്റെ അധികാരം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് സ്റ്റോണും ഷാവോയുനും ചേർന്നാണ് തങ്ങളുടെ ഗുരുവിനെ കൊന്നത് എന്നാരോപിച്ച ലൂങ് അവരെ കൊന്നുതള്ളാൻ ഉത്തരവിട്ടു. ആയുധങ്ങളുമേന്തി അവിടുത്തെ വിദ്യാർത്ഥികൾ അവർക്ക് പിന്നാലെ പാഞ്ഞടുക്കുകയാണ്. ഷാവോയുനുമായി സ്റ്റോൺ ഓടിയകലാൻ തുടങ്ങി. അന്നവരെ രക്ഷപ്പെടാൻ സഹായിച്ചത് വെയ്യായിരുന്നു. വെയ്യുടെ അടുത്തേക്ക് അങ്ങനെ ഷാവോയുനും സ്റ്റോണും എത്തിച്ചേർന്നു. അവർക്കപ്പോഴും വെയ്യ ആരാണെന്നോ വെയ്യാണ് അവരുടെ അച്ഛന്മാരുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നോ അറിവുണ്ടായിരുന്നില്ല. വെയ്യ അവിടെ വെച്ചൊരു തന്ത്രം മെനഞ്ഞു. സ്റ്റോണിനെ ഫൈറ്റിംഗ് അറീനയിൽ ലൂങ്ങിനെതിരെ മത്സരിപ്പിക്കാം എന്ന് അയാൾ പറഞ്ഞു. ലൂങ്ങിനെ വെറുത്തിരുന്ന സ്റ്റോൺ ലൂങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന തരത്തിൽ അതുപയോഗിക്കാൻ തീരുമാനിച്ചു. വെയ്ക്ക് പക്ഷേ അതിൽ മറ്റു പല തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റോണും ലൂങ്ങും യാഥാർത്ഥ്യത്തിൽ സഹോദരങ്ങളാണല്ലോ, അതവർക്കറിയുകയുമില്ല. ഇരുവരും ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടട്ടെ എന്നായിരുന്നു വെയ്യുടെ തീരുമാനം. അങ്ങനെ ഫൈറ്റിംഗ് അറീനയിൽ സ്റ്റോണും ലൂങ്ങും പരസ്പരം ഫൈറ്റ് ചെയ്യാനിറങ്ങി. അവർ തമ്മിൽ കനത്ത ഫൈറ്റും നടന്നു. പക്ഷേ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഇരുവരുടെയും ഫൈറ്റിംഗ് രീതി ഒന്നാണ്. അവരുപയോഗിക്കുന്നത് അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഹുവോ സ്റ്റൈൽ ഫൈറ്റിംഗ് ടെക്നിക്കാണ്. അതോടെ ഇരുവർക്കും ചില സംശയങ്ങൾ തോന്നി. എങ്ങനെ സ്റ്റോൺ അത് പഠിച്ചെടുത്തു എന്ന് ലൂങ്ങിന് സംശയമുണ്ടായിരുന്നു. ലൂങ് അത് ചോദിച്ചതും തന്റെ മുമ്പിൽ നിൽക്കുന്നത് തന്റെ ഇളയ സഹോദരനാണ് എന്ന് സ്റ്റോൺ മനസ്സിലാക്കി. സ്റ്റോൺ പിന്നാലെ ആ കാര്യം ലൂങ്ങിനെ അറിയിച്ചു. ഞെട്ടലോടെയായിരുന്നു സ്റ്റോൺ തന്റെ മൂത്ത ചേട്ടനാണ് എന്ന് ലൂങ് മനസ്സിലാക്കുന്നത്. അതോടെ തന്നെ ചതിച്ച് ഇത്രനാളും തെറ്റിദ്ധരിപ്പിച്ച് തന്നെ കൊണ്ട് ഓരോ കുറ്റകൃത്യവും ചെയ്യിപ്പിച്ച വെയ്യോട് ലൂങ്ങിന് വലിയ ശത്രുതയും ദേഷ്യവും തോന്നി. വെയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ലൂങ് അവിടെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. വെയ്യാണ് സെൻസെന്നിനെ കൊല്ലുവാൻ തന്നോട് ഉത്തരവിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കേട്ടതും വെയ് അവിടെ ധൈര്യത്തോടെ നിന്നു. അവരുടെ അച്ഛനെയും സെൻസെന്നിനെയും കൊന്നത് താനാണ് എന്നയാൾ പറഞ്ഞു. പിന്നാലെ തന്റെ ആളുകളെ എക്സ് ഗ്യാങ് മെമ്പേഴ്സിനെ അവരെ മൂവരെയും വകവരുത്താൻ വെയ് പറഞ്ഞയച്ചു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. മാർഷൽ ആർട്സ് അറിയാവുന്ന സ്റ്റോണും ലൂങ്ങും ഷാവോയുനും ചേർന്ന് എതിരാളികൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. അവരെ ഓരോരുത്തരെയും ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ തന്റെ തോക്കെടുത്ത് വെയ് ഷൂട്ട് ചെയ്ത് സ്റ്റോണിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട ലൂങ് തന്റെ ചേട്ടനെ രക്ഷപ്പെടുത്താൻ എതിരിൽ ചാടി വീണു. വെടിയേറ്റ് താഴെ വീണു. അത് കണ്ട് ദേഷ്യം കനത്ത സ്റ്റോൺ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആയുധമെടുത്ത് വെയ്ക്ക് നേരെ എറിയുകയും ആയുധം നെഞ്ചിൽ തറച്ച് വെയ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതേ സമയം ലൂങ് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. ഷാവോയുനും സ്റ്റോണും ലൂങ്ങിനെ മടിയിൽ കിടത്തി. മരണസമയത്ത് ലൂങ് ചോദിച്ചു, നമ്മുടെ അച്ഛനും അമ്മയും കാണാൻ എങ്ങനായിരുന്നു? തന്റെ കയ്യിലുണ്ടായിരുന്ന അവരുടെ ഫോട്ടോ സ്റ്റോൺ തന്റെ അനിയനെ കാണിച്ചു. അവരെ കണ്ട സന്തോഷത്തിൽ ലൂങ് ഈ ലോകത്തോട് വിട പറഞ്ഞു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് സെങ്സെൻ സ്കൂൾ ഷാവോയുനും സ്റ്റോണും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. നിരവധി വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുവാനും എത്തിത്തുടങ്ങി. ഷാവോയുനും സ്റ്റോണും വിവാഹിതരായി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.
അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.